നാട്ടിൽ വെയിലെന്ന് കേട്ടാൽ ഓടുന്ന ഞാനാണ് ഈ വെയിൽ കൊണ്ട് നിൽക്കുന്നത്. പനി പിടിച്ചിട്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കോൾഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പോകുന്നത് ഒരു മെഡിക്കൽ സ്റ്റോറിലോട്ടാണ്. ഇത് ജാപ്പനീസ് മുതൽ ചെട്ടിനാട് റെസ്റ്റോറന്റ് വരെ ഉണ്ട് കേട്ടോ. ഇവിടെ കെമിസ്റ്റ് വെയർ ഹൗസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണ് ഹെഡ് ഏക്കും ത്രോട്ട് പെയിനും ചെറിയൊരു പനിയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഓർത്തത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് കിട്ടില്ല എന്നാണ്. എന്നാൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെയുള്ള ചെറിയ അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കിട്ടുമെന്ന്. ഇത് ഭയങ്കര ഒരു വെയർ ഹൗസ് പോലെയാണ് കേട്ടോ. ഡിസ്കൗണ്ട് മെഡിസിൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒട്ടും വയ്യ എന്തേലും തായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഡോക്ടറെ പോലെ സിംറ്റംസ് ഒക്കെ ചോദിച്ചു, എത്ര ദിവസമായി വന്നിട്ട് എന്നൊക്കെ. എന്നിട്ട് അവർ പറഞ്ഞു ഹേയ് ഫീവർ, പനിയാണോ എന്ന് ചോദിച്ചതായിരിക്കും എന്നോർത്ത് ഞാനും അങ്ങ് തലകുലുക്കി. അവർ 2 ടാബ്ലറ്റ് തന്നു. അതിലൊന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സ്ട്രെപ്സിൽസ് പോലത്തെ ഒരു സംഭവമാണ്, മറ്റേത് നമ്മുടെ സ്വന്തം പാരസെറ്റാമോൾ. നാട്ടിൽ 100 രൂപയിൽ തീരാവുന്നത് ഇവിടെ 450 രൂപയായി കേട്ടോ. ഡിസ്കൗണ്ട് മെഡിസിൻ ആണ് പോലും. പോകുന്ന വഴിക്ക് എന്തിനായിരിക്കും ഹേ ഫീവർ എന്ന് വിളിച്ചതെന്ന് ഞാൻ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇത് ഓസ്ട്രേലിയയിലെ സീസൺസ് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലർജിക് റിയാക്ഷൻ ആണ് ഈ ഹേ ഫീവർ. ഇവിടെ കോമൺ ആണെന്ന് പറയുന്നു. പോകുന്ന വഴിക്ക് എന്തേലും നമ്മുടെ ഫുഡ് കഴിക്കാൻ വല്ലാതെ ക്രേവിങ്സ് വന്നു. ഒന്നും നോക്കിയില്ല, നേരെ അടുത്തുള്ള വെസ്റ്റ് ഫീൽഡിൽ പോയിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഷോപ്പ് കണ്ടുപിടിച്ചു. ഒരു ചിക്കൻ ബിരിയാണി ടേക്ക് അവേ എടുത്തു. നാട്ടിലെ ഒരു 800 രൂപ വരും. കുറച്ചു നേരം ചുമ്മാ തേരാപ്പാര നടന്നു. കാണുന്ന ഷോപ്പിലൊക്കെ കയറി വില വിവരങ്ങളൊക്കെ ഒന്ന് നോക്കി. നാട്ടിൽ നമ്മൾ മേടിക്കുന്ന എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ വില കുറവാണ്, ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും ഒക്കെ. പിന്നെ ഒരു ഇന്ത്യൻ ഷോപ്പിൽ കയറി നാട്ടിൽ കിട്ടുന്നതും കിട്ടാത്തതുമായ എല്ലാ സാധനവും ഉണ്ട്. നാളെ അടുത്തൊരു വീടിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ട്. അതിന്റെ സ്റ്റോറിയുമായി വരാവേ. സ്റ്റേ ട്യൂൺഡ്.